ഇത്തരത്തിലൊരു ചിന്ത കൊടുത്തില്ല. യേശുവിനെ ഒറ്റുകൊടുക്കാനായിട്ട്, യേശുവിനെ പിടിക്കുവാനായിട്ട് മഹാപുരോഹിതന്മാരും പ്രധാനിമാരും ഒക്കെ ആലോചിച്ചു തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതൊക്കെ യൂദായ്ക്ക് അറിയാവുന്നൊരു സത്യമാണ്. ഇതിനു മുൻപ് പല പ്രാവശ്യം യൂദായ്ക്ക് ഒറ്റുകൊടുക്കാമായിരുന്നു. നമുക്കറിയാം, പണത്തിന് വേണ്ടിയാണ് യൂദാ ഒറ്റുകൊടുത്തതെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. പണം എന്ന് പറയുന്നത് ഇതിനു മുൻപും യൂദായുടെ ഒരു ബലഹീനതയാണ്. അപ്പോൾ യൂദാ തീർച്ചയായിട്ടും ഇതിനു മുൻപും യേശുവിനെ ഒറ്റുകൊടുക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ പെസഹ ദിനത്തിൽ പിശാച് യൂദായെ പ്രത്യേകമായി ഉപയോഗിച്ചു? മറ്റൊന്നുമല്ല, ഈ പെസഹായുടെ ദിനം അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുവാനായിട്ടാണ് സത്യത്തിൽ പിശാച് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്ന ഒരു വലിയ പ്രത്യേകത കാണുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത് ദേവാലയങ്ങളെയും ആരാധനാ കേന്ദ്രങ്ങളെയും വിശുദ്ധ കുർബാനയുമാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും സഭാ വഴക്കുകളും ഭിന്നതകളും നമ്മൾ നിലനിൽക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ പിടിവാശിയുടെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പിശാചിന്റെ ഒരു പ്രവർത്തനത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ദേവാലയങ്ങൾ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് കൊണ്ട്, വിശുദ്ധ കുർബാനയുടെ മധ്യേ പോലും ആക്രമണങ്ങളും മറ്റും നടക്കുന്നത് കൊണ്ട് അനേക വ്യക്തികൾ ഈ ജീവന്റെ അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ സാത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തിരിച്ചറിയണം. ദേവാലയത്തിൽ നിന്നും ആരാധനയിൽ നിന്നും വിശുദ്ധ കുർബാന തുടങ്ങിയ അനുഭവങ്ങളിൽ നിന്നും ജനം മാറുക, ഈ ജീവന്റെ അനുഭവത്തിൽ നിന്ന് ജനം മാറുക. അതിനു വേണ്ടിയിട്ട് സ്കറിയോത്താ യൂദാ പോലുള്ള ചില വ്യക്തിത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണ് പിശാച് നടത്തുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ നോക്കുന്നത് സ്കറിയോത്തായിലേക്കാണ്, യൂദായിലേക്കാണ്. പക്ഷെ യൂദായുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താനെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ പരാജയമായി മാറിയിരിക്കുന്നു. നമ്മൾ യൂദായെ നോക്കി യൂദായെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഇന്ന ആൾ കാരണം, ഇന്ന യൂദാ കാരണമാണ് ഇന്ന് എൻ്റെ ഇടവകയിൽ പ്രശ്നം ഉണ്ടായത്, ഇന്ന യൂദാ കാരണമാണ് എൻ്റെ ദേവാലയം ഇന്ന് പൂട്ടപ്പെട്ട് കിടക്കുന്നത്, ഇന്ന യൂദാ കാരണമാണ് എൻ്റെ ദേവാലയത്തിൽ ആരാധന നടക്കാത്തൊരു സാഹചര്യമുള്ളത് എന്ന് പറഞ്ഞ് ചില യൂദാകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആരാധനയിൽ നിന്ന് നമ്മൾ അകന്നു മാറുന്ന ഒരു അനുഭവമാണ്. സത്യത്തിൽ പിശാച് പെസഹ ദിനത്തിൽ ഉദ്ദേശിച്ച ഒരു കാര്യം അത് തന്നെയായിരുന്നു. യൂദാസ് കറിയോത്തായെ യേശു തമ്പുരാൻ പെസഹ സ്വീകരിക്കാനായിട്ട് പോകുന്നത് തൻ്റെ ശിഷ്യന്മാരോട് കൂടെയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ തന്നെ ഒരാളെ അതിൽ നിന്ന് മാറ്റിയാൽ ആ കൂട്ടായ്മ ബന്ധം അവിടെ നഷ്ടപ്പെടുകയും അങ്ങനെ ആ പെസഹ ദിനം വളരെ അസ്വസ്ഥതയുള്ളൊരു ദിനമായി, ഒരുപക്ഷെ ആ പെസഹ എന്ന് പറയുന്ന സംഭവം നടക്കാതെ തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് പിശാച് യൂദാസ് കറിയോത്തായെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കാണുന്നത് യൂദായെ മാത്രമാണ്. പിശാച് ആഗ്രഹിക്കുന്നത് പെസഹ അവിടെ നടക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് യൂദായെയാണ്. പിശാചിന്റെ ഉദ്ദേശത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് യൂദാമാരിലേക്ക് നോക്കല്ലേ. നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും ഒരുപക്ഷെ ഇതുപോലുള്ള അനേക യൂദാമാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കടന്നു വരും. പക്ഷെ യൂദായെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. യൂദായുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പിശാചിന്റെ ശക്തിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. ആ സാത്താനാണ് സഭയെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആ സാത്താൻ ആരാധനയിൽ നിന്ന് ജനത്തെ അകറ്റുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാത്താനെതിരെയുള്ള ഒരു ഫൈറ്റാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. അതുകൊണ്ട് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിന്റെ വിമോചനം എന്ന് പറയുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയൊരു അനുഭവത്തിലൂടെയാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ നമുക്കറിയാം ചിക്കൻ ഗുനിയ പോലുള്ള മാരകമായ രോഗത്തിൻ്റെ അവസ്ഥകൾ. ആ രോഗത്തിൻ്റെ അവസ്ഥകളിൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ രോഗബാധിതരായിരിക്കുന്നവരുടെ വിമോചനത്തിന് വേണ്ടി, വിമുക്തിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടും എനിക്കറിയാം, ഞാൻ തന്നെ ഒരുപാട് കൂട്ടായ്മകൾ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷെ എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു മോചനം കിട്ടുന്നില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു വിഷയമാണ്, കർത്താവേ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വിടുതൽ ലഭിക്കാത്തത്? എത്രയോ പ്രാർത്ഥിക്കുന്നു ഈ വിഷയത്തിന് വേണ്ടി. അപ്പോൾ കർത്താവ് എൻ്റെ മനസ്സിൽ തന്നൊരു ബോധ്യമാണ്, മോനെ, ഇതിനു വേണ്ടി കൂട്ടായ്മകൾ ഉപവാസങ്ങളെക്കാൾ ഉപരിയായി നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. വിശുദ്ധ കുർബാനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. അപ്പോൾ ഈ വിഷയത്തിന്മേൽ വിടുതൽ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നൊരു ബോധ്യമനുസരിച്ച് തുടർന്ന് നിരന്തരമായ വിശുദ്ധ കുർബാനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് ദേശം ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നത് നഗ്നനയനങ്ങൾ കൊണ്ട് കാണുവാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ കാലഘട്ടത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയൂ. ഈ വിശുദ്ധ കുർബാനയുടെ ദിനത്തിൽ ഈ കുർബാനയിൽ നിന്ന് നമ്മെ അകറ്റാൻ ശ്രമിക്കുന്ന,
ആരാധനയിൽ നിന്ന് നമ്മെ അകറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളെയല്ല നമ്മൾ നോക്കേണ്ടത്. ആ വ്യക്തികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന്റെ പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആരാധനയിലേക്ക് കടന്നു വരുവാൻ, കൂടുതൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ളൊരു സന്ദേശമാണ് ഈ പെസഹ ദിനം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ സന്ദേശത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തീരുമാനമായി മാറട്ടെ. ഇനി മുതൽ ഞായറാഴ്ചകളിൽ, ആരാധനയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഒഴിവാക്കിയിട്ടൊരു ജീവിതമില്ല. വിശുദ്ധ കുർബാന കാണുന്നതിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന തലത്തിലേക്ക് ഞാൻ വളരുമെന്നൊരു തീരുമാനമെടുക്കാൻ ഈ വർഷത്തെ പെസഹ ദിനം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ആണ്ട് കുർബാന, വർഷത്തിലൊരിക്കൽ കുർബാനയല്ല, എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ കുർബാന സ്വീകരണത്തിലൂടെ ജീവന്റെ അനുഭവത്തിലേക്ക്, ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, തീരുമാനിക്കുക. അതിനുവേണ്ടി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് കേൾപ്പിച്ച വലിയ സന്ദേശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പെസഹായിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന സാത്താന്റെ ശക്തിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. പെസഹായിൽ ഏറ്റവും കൂടുതൽ പിശാച് അസ്വസ്ഥനാകുന്ന നിങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ആ പിശാചിന്റെ അസ്വസ്ഥതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ അതിജീവിക്കുവാൻ, പിശാച് തരുന്ന ബന്ധനങ്ങളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വിശുദ്ധ കുർബാന എന്ന ജീവന്റെ അനുഭവത്തെ ആയുധമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ആയുധത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുന്ന നിത്യജീവനാവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ